ചൈനീസ് ബ്രാൻഡുകളെ വേണ്ട. റെഡ്മിയും റിയൽമിയും ഒന്നും അടുപ്പിക്കുക പോലും ചെയ്യേണ്ട. നോൺ ചൈനീസ് ആയിട്ടുള്ള 15,000 രൂപയ്ക്ക് താഴെ നിൽക്കുന്ന നല്ലൊരു സ്മാർട്ട് ഫോൺ. അതാണ് സാംസങ് M21. കേവലം നോൺ ചൈനീസ് എന്നത് മാത്രമല്ല ഇതിൻ്റെ ഫീച്ചേഴ്സ്. ശരിക്കും പറഞ്ഞാൽ റെഡ്മിക്കും റിയൽമിക്കും നല്ലൊരു കോമ്പറ്റീഷൻ ആവും ഇനി M സീരീസ്. കാരണങ്ങൾ അറിയണ്ടേ? ഈ വീഡിയോയിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇത് നിങ്ങളുടെ സുഹൃത്ത് ഹാരിസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർക്സ് ടെക് എറ്റിയോ. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഈ റിവ്യൂ നമ്മൾ 5 മേഖലകളിലൂടെയാണ് കൊണ്ടുപോകുന്നത്. ബിൽഡ് ആൻഡ് ഡിസൈൻ, സ്ക്രീൻ ആൻഡ് മൾട്ടിമീഡിയ, ക്യാമറ, ബാറ്ററി, സ്പെക്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഡിവൈസിൻ്റെ പോരായ്മകളും ഗുണങ്ങളും നന്നായി മനസ്സിലാകും. നമുക്കിനി അൺബോക്സിങ്ങിൽ നിന്ന് തുടങ്ങാം. നമ്മുടെ ഈ ചാനൽ സാംസങ് M20, M10 എന്നീ സ്മാർട്ട് ഫോണുകൾ റിവ്യൂ ചെയ്താണ്. ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണ്. പാക്കേജിങ് ക്വാളിറ്റി ശരിക്കും ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഞാൻ എന്താ ഈ പറയുന്നത് മനസ്സിലാവണമെങ്കിൽ സാംസങ് M10ൻ്റെ അൺബോക്സിംഗ് ഒന്ന് കണ്ടു നോക്ക്. സാംസങ് M സീരീസിൽ വന്ന സ്മാർട്ട് ഫോണുകളുടെ പാക്കേജിങ് ക്വാളിറ്റി ആദ്യമേ വളരെ മോശമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒത്തിരിയേറെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ബോക്സ് ഡിസൈനിൻ്റെ കാര്യത്തിൽ അന്നും ഇന്നും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. സാംസങ് ബ്രാൻഡിങ്, അതുപോലെ തന്നെ മോഡൽ നമ്പർ, ഇത്ര മാത്രമേ ബോക്സിൻ്റെ മുൻവശത്തുള്ളൂ. മിനിമലിസ്റ്റിക്കാണ്, ക്ലീനാണ്, പ്രൊഫഷണലാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ദിസ് ഡിവൈസ് ഈസ് മാനുഫാക്ചർഡ് ഇൻ ഇന്ത്യ. ഇന്ത്യൻ നിർമ്മിതമായ ഒരു സ്മാർട്ട് ഫോണാണിത്. അതുകൊണ്ട് അങ്ങനൊരു ചോദ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ പേടിക്കേണ്ട. ഇനി വേറൊരു സംഗതി ഇതിൻ്റെ വിലയുടെ കാര്യത്തിലാണ്. ഇതിൻ്റെ വില എപ്പോഴും തന്നെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എനിക്കിത് കിട്ടിയത് 12,700 രൂപയ്ക്കാണ്. പക്ഷേ നിങ്ങൾക്ക് ആ വിലയിൽ കിട്ടണമെന്ന് യാതൊരു ഉറപ്പുമില്ല. ചിലപ്പോൾ 13,500 രൂപ പേ ചെയ്യേണ്ട വന്നേക്കാം. എന്തുകൊണ്ടാണ് ഈ പെട്ടെന്നുണ്ടാകുന്ന വ്യത്യാസം? അതിനെക്കുറിച്ചാണ് ഞങ്ങളുടെ മുൻപത്തെ വീഡിയോ. ദയവ് ചെയ്ത് ആ വീഡിയോ കാണുക. ഇനി നമുക്ക് സാംസങ് M21 ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന വേറൊരു കുട്ടി ബോക്സാണ്. ഇതിനകത്ത് വാറണ്ടി റിലേറ്റഡുള്ള കുറച്ച് പേപ്പേഴ്സ്, അതുപോലെ തന്നെ സിം ഇജക്ടർ ടൂൾ തുടങ്ങിയവ ലഭിക്കും. ഞാനൊരു ക്ലിയർ കേസ് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ എത്രയൊക്കെ പറഞ്ഞാലും സാംസങ് തന്നെയാണ്. അവന്മാർ അങ്ങനത്തെ നല്ല സംഗതികളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അവരെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം സാംസങ് ഈ വിലയ്ക്ക് വിൽക്കുന്നത് തന്നെ വലിയൊരു മഹാത്ഭുതമാണ്. ഇനി സ്മാർട്ട് ഫോണാണ് അടുത്തതായിട്ട് നമുക്ക് കിട്ടുന്നത്. വളരെ ലൈറ്റാണ്. 6000 mAh ബാറ്ററി ഇതിനുണ്ടോ എന്ന് ഞാൻ ഒന്ന് ആലോചിച്ചു. അതാണ് എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ. ഇനി വളരെ പ്രധാനപ്പെട്ടതും ഈ ഡിവൈസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുമായ ഒരു ഇൻഫർമേഷൻ പറയാം. ഈ ഡിവൈസിൻ്റെ പുറകിലും അതുപോലെ തന്നെ ഒട്ടുമിക്ക എല്ലാ സ്മാർട്ട് ഫോൺസിൻ്റെ പുറകിലും ഒരു ചെറിയ ബാർകോഡ് സ്ലിപ്പ് കാണും. M21ൻ്റെ ഈ സ്ലിപ്പ് നിങ്ങൾ കളയാതെ സൂക്ഷിക്കുക. ഇതിൻ്റെ പുറത്തോട്ടൊരു കേസ് ഇട്ടിട്ട് ഉപയോഗിച്ചുകൊണ്ട് നടക്കരുത്. ഇത് പയ്യെ ഒന്ന് റിമൂവ് ചെയ്ത് എവിടെയെങ്കിലും സേഫായിട്ട് വെക്കുക. പറ്റുവാണെങ്കിൽ ആ വാറണ്ടി പേപ്പേഴ്സിൻ്റെ കൂടെ തന്നെ. എന്തുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്? അതിന് വ്യക്തമായൊരു കാരണമുണ്ട്. അതിനെക്കുറിച്ച് ഞങ്ങളൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. മുകളിൽ വന്ന കാർഡിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരെ ആ വീഡിയോയിലോട്ട് പോകാൻ കഴിയും. അതും കൂടെ നിങ്ങൾ കാണുക, ഇതിനെക്കുറിച്ച് അറിവില്ലെങ്കിൽ. ഇനി ഈ ബോക്സിനുള്ളിലൊരു 15 വാട്ട് ഫാസ്റ്റ് ചാർജറുണ്ട്. അതെ, സാംസങ്ങിൻ്റെ ഒറിജിനൽ ഫാസ്റ്റ് ചാർജർ ഈ ഡിവൈസിൻ്റെ കൂടെ ബണ്ടിൽഡ് ആയിട്ട് വരുന്നുണ്ട്. അതൊക്കെ പഴയ M സീരീസിൽ നിന്ന് നോക്കുമ്പോൾ ഒരു നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ഇനി നമുക്ക് USB Type-C കേബിളാണ് ഈ ഡിവൈസിൻ്റെ ഒപ്പം ലഭിക്കുന്നത്. അതും നേരത്തെ വന്ന M സീരീസിൽ നിന്ന് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് തന്നെയാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ബോക്സിൽ ലഭിക്കുന്നത്. വളരെ ജനറലാണ്, സ്റ്റാൻഡേർഡാണ്. സ്മാർട്ട് ഫോൺ, ചാർജർ, കേബിൾ, അതുപോലെ തന്നെ കുറച്ച് വാറണ്ടി ലീഫ്ലെറ്റ്സ്, കൂടുതലായിട്ടൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് അൺബോക്സിങ് എക്സ്പീരിയൻസ്. ഇനി നമുക്ക് റിവ്യൂലോട്ട് പോകാം. ഫസ്റ്റ് ബിൽഡ് ആൻഡ് ഡിസൈൻ എങ്ങനെ ഉണ്ടായിരുന്നത് പറയാം. സാംസങ് M21ൻ്റെ ഡിസൈൻ കണ്ടപ്പോൾ എനിക്ക് ലിജോ ജോസ് പുല്ലശ്ശേരിയുടെ വാക്കുകളാണ് ഓർമ്മ വന്നത്. നോ പ്ലാൻസ് ടു ചേഞ്ച്, നോ പ്ലാൻസ് ടു ഇംപ്രസ്. സാംസങ് M20യിൽ നിന്നും കാര്യമായ വ്യത്യാസങ്ങളൊന്നും ഇവിടെ നമുക്ക് കാണാനില്ല. ആ ക്യാമറ ലേഔട്ടിൽ ചെറിയൊരു മാറ്റം മാത്രം. അതൊരു വലിയ കാര്യമാണോ? എനിക്ക് തോന്നുന്നില്ല. റെഡ്മിയും റിയൽമിയും ഒക്കെ ഓറ ഫിനിഷും പല ലെയറിലുള്ള ഗ്രാഫിക്സ് ഒക്കെ കൊടുക്കുമ്പോഴും നമ്മൾ ഇന്ത്യൻസ് എന്ത് ചെയ്യും? ഒരു ആവറേജ് ഇന്ത്യൻ ചെയ്യുന്നത് ഫോൺ മേടിക്കുമ്പോൾ തന്നെ നല്ലൊരു കേസും കൂടെ മേടിച്ചെങ്കിടും. കാരണം ഇതൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പണിയാണ്. അതോടുകൂടി ഗ്രാഫിക്സിൻ്റെ കാര്യം ഹുദാഹവ. ഫോണിൻ്റെ റിയർ സൈഡ് ഡിസൈൻ നിങ്ങൾക്ക് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ സാംസങ് M21 നിങ്ങളെ ഒത്തിരി ഇമ്പ്രസ് ചെയ്യാൻ സാധ്യതയില്ല. പക്ഷേ ഈ ഡിവൈസിൻ്റെ ഫ്രണ്ട് എൻഡ് ഡിസൈൻ അടിപൊളിയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ സൂപ്പർബായിട്ടുള്ള ഒരു ആമോലെഡ് ഡിസ്പ്ലേയും അതുപോലെ തന്നെ വെൽ ക്രാഫ്റ്റഡ് ആയിട്ടുള്ള നോച്ചുമാണ്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സെഗ്മെൻറ്റിൽ സംസാരിക്കാം. ഡിസൈൻ്റെ കാര്യത്തിൽ സാംസങ് M21 ഒത്തിരി ക്ലെയിം ചെയ്യാനൊന്നുമില്ല. പക്ഷേ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ സാംസങ് M21 ആസറ്റ്സ് ആയിട്ടുണ്ട്. അതിനകത്ത് ഒന്നാമത്തെ സംഗതി എന്ന് പറയുമ്പോഴേക്കും ബിൽഡ് പോളികാർബണേറ്റ് ആണെങ്കിലും സോളിഡ് ആയിട്ടുള്ള ഒരു ബോഡിയാണ്. സാംസങ്ങിൻ്റെ എഞ്ചിനീയറിംഗ് മികവ് ഓരോ എഡ്ജസിലിട്ട് നമുക്ക് കാണാനുണ്ട്. ഈ ഡിവൈസ് ഒരു ഹെവി ഡിവൈസാണ്. കാരണം 6000 mAh ബാറ്ററിയാണ് വരുന്നത്. എങ്കിലും ഡേ ടു ഡേ യൂസേജിൽ അൺകംഫർട്ടബിൾ ആയിട്ടൊരു ഫീഡ്ബാക്ക് എനിക്ക് ഈ ഡിവൈസിൽ നിന്ന് ലഭിച്ചില്ല. അതിൻ്റെ കാരണം ഇതിൻ്റെ സൈഡ്സ് എല്ലാം നന്നായിട്ട് കർവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. വിത്ത് ഓർ വിത്തൗട്ട് കേസ് നല്ല രീതിയിൽ ഈ ഡിവൈസ് എനിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റി. സാംസങ് M21ൻ്റെ റിയർ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫിസിക്കൽ ബട്ടൺസും റീച്ചബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ്. അവിടെ ഒരു ബ്ലാക്ക് ആക്സൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ബട്ടൺസിൻ്റെ ക്വാളിറ്റിയും നന്നായിട്ടുണ്ട്, പ്രീമിയമാണ്.
ഡിവൈസിൻ്റെ താഴെ ഭാഗത്താണ് ടൈപ്പ് സി പോർട്ട്, ഹെഡ്ഫോൺ ജാക്ക്, സ്പീക്കർ, അതുപോലെ തന്നെ ഒരു മൈക്കും കൊടുത്തിരിക്കുന്നത്. ഫോണിൻ്റെ മുകൾ ഭാഗം വളരെ ക്ലീനാണ്, ഒരു എക്സ്ട്രാ മൈക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇനി ഈ ഡിവൈസിന് എയർ ബ്ലാസ്റ്റർ തുടങ്ങിയ ഫെസിലിറ്റീസ് ഒന്നുമില്ല. ആ ഫീച്ചർ വളരെ അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് റെഡ്മിയിലേക്ക് തന്നെ പോകേണ്ടി വരും. ഇനി സാംസങ് M21 ഒരു ഹൈബ്രിഡ് സിം ട്രേയാണ് ലഭിക്കുന്നത്. അതായത് ഒരേ സമയം 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും നിങ്ങൾക്ക് ഈ ഡിവൈസിൽ ഉപയോഗിക്കാൻ കഴിയും. ഓവറോൾ ബിൽഡ് ആൻഡ് ഡിസൈൻ്റെ കാര്യത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ബിൽഡ് സൂപ്പർബാണ്. ഡിസൈൻ്റെ കാര്യത്തിൽ അല്പം ഇമ്പ്രൂവ്മെൻറ്റ് സാംസങ്ങിന് കൊണ്ടുവരാമായിരുന്നു. വീഡിയോയുടെ അടുത്ത സെഗ്മെൻറ്റിലോട്ട് പോകാം. സ്ക്രീൻ ആൻഡ് മൾട്ടിമീഡിയ. ഈ ഡിവൈസിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻറ്റും കോമ്പറ്റീഷനെല്ലാം കാർഡ് കയറ്റി വിടുന്ന ഫീച്ചറുമാണിത്. സാംസങ് M21 അത്രയും നല്ലൊരു ഡിസ്പ്ലേ നിങ്ങൾക്ക് 15,000 രൂപ ബഡ്ജറ്റിൽ കാണാൻ കഴിയില്ല. കാരണം അത്ര ക്രിസ്പാണ് ഇതിൻ്റെ ഡിസ്പ്ലേ. യെസ്, ഇത് 90 Hz ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഒരു യൂസർ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോഴേക്കും 90 Hz അല്പം കൂടെ മുകളിൽ നിൽക്കുന്നത് ഇതിൻ്റെ ക്രിസ്പായിട്ടുള്ള ഷാർപ്പായിട്ടുള്ള പഞ്ചി കളേഴ്സ് നൽകുന്ന ഡിസ്പ്ലേ ആണ്. സ്പെസിഫിക്കേഷൻ്റെ കാര്യത്തിലും സാംസങ് M21 ഒട്ടും പുറകിലല്ല. കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 3L പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ട 6.4 ഇഞ്ച് സൂപ്പർ ആമോലെഡ് ഫുൾ HD പാനലാണ് ഈ ഡിവൈസിന് ലഭിക്കുന്നത്. 420 നിറ്റ്സ് വരെ ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് ഉണ്ട്. ഇനി ഈ ഡിവൈസിന് ഒരു അഡീഷണൽ ഫീച്ചറായിട്ട് വൈഡ് വൈൻ L1 ലൈസൻസും കൂടെ ഉണ്ട്. അതായത് നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം ഒക്കെ HD കണ്ടൻറ്റ് ആയിട്ട് തന്നെ ലഭിക്കും. മൾട്ടിമീഡിയ എന്നത് കേവലം ഡിസ്പ്ലേ മാത്രമല്ല, അതിനകത്ത് ഓഡിയോയും കൂടെ ഉൾപ്പെടുന്നുണ്ട്. ഈ ഡിവൈസിന് ഓഡിയോയുടെ കാര്യത്തിൽ ചെറിയൊരു ഡ്രോബാക്കുകളെന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ സ്പീക്കർ മാത്രമാണ് ലഭിക്കുന്നത്. പക്ഷേ ഈ ബഡ്ജറ്റിൽ എല്ലാ ഡിവൈസുകൾക്കും തന്നെ അതാണ് ലഭിക്കുന്നത്. അതുകൊണ്ടൊരു വലിയ കോംപ്രമൈസ് ആയിട്ട് എനിക്ക് പറയാനില്ല. ഇനി വേറൊരു സംഗതി നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഡോൾബി സപ്പോർട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഇയർഫോൺ വെച്ചുള്ള മ്യൂസിക് എക്സ്പീരിയൻസ് അടിപൊളിയാണ്. നിങ്ങൾ വീഡിയോ, സിനിമാസൊക്കെ കാണാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും സാംസങ് M21 ആണ് 15,000 രൂപയ്ക്ക് ഏറ്റവും നല്ല മൾട്ടിമീഡിയ ഡിവൈസ്. ഇനി ഈ ഡിവൈസിൻ്റെ ക്യാമറ പെർഫോമൻസിനെ കുറിച്ച് സംസാരിക്കാം. ക്യാമറാസിൻ്റെ കാര്യത്തിൽ സാംസങ് നമ്മളെ മിക്കപ്പോഴും ഡിസപ്പോയിൻറ്റ് ചെയ്യിക്കാറില്ല. ഏറ്റവും കുറഞ്ഞ ഫോണാണെങ്കിലും സാംസങ് ഫോണുകളുടെ ക്യാമറാസ് അത്യാവശ്യം മെനയുള്ളതാണ്. ഇതിൻ്റെ മെയിൻ ക്യാമറ 48 MP f2.0 അപ്പേച്ചർ ഉള്ളതാണ്. 8 MP f2.2 വൈഡ് ആംഗിൾ ക്യാമറയും 5 MP ഓക്സിലറി ഡെപ്ത് സെൻസറും ഈ ഡിവൈസിൻ്റെ പിൻവശത്തുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യത്തിൽ ഈ ബഡ്ജറ്റിൽ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സെൽഫി ക്യാമറയാണ് സാംസങ് M21 ഉള്ളത്. 20 MP f2.0 ക്യാമറ. ഇനി ക്യാമറ റിസൾട്ട്സ് എങ്ങനെയുണ്ട്? ഞാൻ ഒത്തിരി പറയുന്നതിനേക്കാളും ഭേദം നിങ്ങൾ തന്നെ ജഡ്ജ് ചെയ്യുന്നതാണ്. ഈ ഇമേജസൊക്കെ എങ്ങനെയുണ്ട്? ബാക്ക്ഗ്രൗണ്ട് ബോക്കെ എങ്ങനെയുണ്ട്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനൊരു വൈഡ് ആംഗിൾ ക്യാമറയുണ്ട്. ഇതൊരു നോർമൽ ക്യാമറ ഷോട്ടാണ്. ഇത് വൈഡ് ആംഗിൾ ക്യാമറ ഷോട്ട്. ഉപയോഗിക്കേണ്ട പോലെ ഉപയോഗിച്ചാൽ നല്ല അസാധ്യ ഷോട്ടുകൾ ഈ വൈഡ് ആംഗിൾ ക്യാമറ എടുത്തു തരും. സെൽഫി ക്യാമറയുടെ പെർഫോമൻസും വളരെ സാറ്റിസ്ഫാക്ടറി ആയിരുന്നു. പോർട്രേറ്റ് മോഡും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു ക്യാമറ റിവ്യൂ വരുന്നുണ്ട്. സോ അത് മറക്കാതെ നിങ്ങൾ കാണുക. ഇനി ഈ ഡിവൈസിൻ്റെ ബാറ്ററി എങ്ങനെയുണ്ടെന്ന് പറയാം. ഈ ഡിവൈസിന് 6000 mAh ബാറ്ററിയാണ് ലഭിക്കുന്നത്. കേൾക്കുമ്പോൾ വളരെ വലിയൊരു ബാറ്ററി ആയിട്ട് തോന്നും. പക്ഷേ വേണമെങ്കിൽ ഈ ഡിവൈസിൽ നമുക്ക് അതൊരു 4-5 മണിക്കൂർ കൊണ്ട് ഫുൾ ഡ്രെയിൻ ആക്കി എടുക്കാം. അങ്ങനെ ബാറ്ററി കുറയാനുള്ള ഒരു കാരണം ഇതിൻ്റെ അഡ്വാൻറ്റേജായ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ തന്നെയാണ്. നിങ്ങൾ ഒരു വീഡിയോ തന്നെ ലൂപ്പിലിട്ട് കുറേ തവണ, അതായത് ഒരു 4 മണിക്കൂറിനടുത്ത് അല്ലെങ്കിൽ ഒരു 5 മണിക്കൂറിനടുത്ത് പ്ലേ ചെയ്യുമ്പോഴേക്കും തന്നെ ബാറ്ററി ഫുൾ ഡിപ്ലീറ്റ് ആവും. എന്നാൽ അങ്ങനെ ഒരു സാഹചര്യം ഒരു നോർമൽ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. നിങ്ങളൊരു ആവറേജ് യൂസർ ആണെങ്കിൽ ഈ ഡിവൈസിൻ്റെ ബാറ്ററി ഏകദേശം 2 ദിവസത്തോളം നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പ് നൽകും. അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം സാംസങ്ങിൻ്റെ അഗ്രസീവായിട്ടുള്ള ബാറ്ററി കൺസർവേഷൻ മെത്തേഡ്സ് ആണ്. സാംസങ് M21 നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്പെക്കുകളെക്കുറിച്ച് ഇനി സംസാരിക്കാം. സാംസങ് M21 പവർ ചെയ്യുന്നത് സാംസങ്ങിൻ്റെ തന്നെ 9611 എന്ന് പറയുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു ചിപ്പാണ്. 25,000 രൂപയ്ക്ക് വരുന്ന പല സാംസങ് ഡിവൈസുകളിൽ വരെ ഈ ചിപ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയും. 2.3 GHz ക്ലോക്ക് ചെയ്തിരിക്കുന്ന 4 Cortex A73 കോറുകളും 1.7 GHz ക്ലോക്ക് ചെയ്തിരിക്കുന്ന 4 Cortex A53 കോറുകളുമാണ് Exynos 9611 എന്ന് പറയുന്ന ഈ ചിപ്പിനുള്ളത്. ഇത്രയും കേപ്പബിൾ ആയിട്ടുള്ള ഒരു ചിപ്പും അതിൻ്റെ ഒപ്പം ഒരു സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ഒക്കെ ഉള്ളതുകൊണ്ട് പബ്ജിയൊക്കെ HD അൾട്ര വരെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ അവിടെയാണ് സാംസങ് എന്ന സൈക്കോയെ നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത്. 3 വർഷം പഴക്കമുള്ള ഒരു GPU ആണ് ഈ ഡിവൈസിന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് എൻ്റെ പൊന്നെളിയ പറയാതിരിക്കാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് ഗുഡ്. ഞാനൊരു എക്സ്റ്റെൻസീവ് ഗെയിമറിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്നാണ് പറഞ്ഞത്. പക്ഷേ നിങ്ങളൊരു ഹെവി ഗെയിമറൊന്നും അല്ലെങ്കിൽ ഈ ഡിവൈസിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസ് ഇനഫ് ആൻഡ് മോറാണ്. ഈ ഡിവൈസിൻ്റെ ക്ലെയിംഡ് 64 GB ഇൻറ്റേർണൽ മെമ്മറിയിൽ ഏകദേശം 52 GB അവൈലബിൾ ടു യൂസർ ആയിട്ടുണ്ട്. സാംസങ്ങിൻ്റെ One UI അത്യാവശ്യം നല്ല റാം മാനേജ്മെൻറ്റ് കാഴ്ചവെക്കുന്നുണ്ട്. സംഭവം ഡീസൻ്റ് ആണ്. പക്ഷേ റാം മാനേജ്മെൻറ്റ് എക്സ്ട്രീം അല്ല. കാരണം ഒരു ആപ്പും ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യാത്തപ്പോഴും ഏകദേശം 50% റാം ഫിൽഡ് ആണ്.
അത് മിക്കവാറും സിസ്റ്റം യൂസ്ഡ് ആണ്. ഇനി സാംസങ്ങിൻ്റെ എപ്പോഴത്തെയും വലിയൊരു പ്രശ്നമാണ് സെൻസേഴ്സ് കൊടുക്കാത്തത്. പക്ഷേ ഈ ഡിവൈസിൽ അത്യാവശ്യം വേണ്ട സെൻസേഴ്സ് എല്ലാം ഉണ്ട്, കൈറോയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ ഇവിടെയും സാംസങ് ഒരു ചെറിയ കോസ്റ്റ് കട്ടിങ് ചെയ്തു. സംഭവം മനസ്സിലായിട്ടുണ്ടാവും, ഓട്ടോ ബ്രൈറ്റ്നസ് സെൻസർ ഇല്ല, അതിന് ഫ്രണ്ടിലുള്ള ക്യാമറ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്ത് പറയാനാണ്, അത് ചില കാര്യങ്ങളൊക്കെ അങ്ങനെ നിൽക്കും. ഓവറോൾ യൂസർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ കിഡുമായിരുന്നെന്ന് എനിക്ക് പറയാനുള്ളൂ. ആൻഡ്രോയിഡ് 10 ബേസ്ഡ് ആയിട്ടുള്ള One UI വേർഷൻ 2.0 ആണ് ഈ ഡിവൈസിൽ റൺ ചെയ്യുന്നത്. വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു യൂസർ ഇൻ്റർഫേസ് ആണ് സാംസങ്ങിൻ്റെ One UI. അതായത് അവരുടെ ഏറ്റവും കൂടിയ ഡിവൈസ് തൊട്ട് സാംസങ്ങിൻ്റെ M സീരീസ് പോലുള്ള സീരീസുകളിൽ വരെ One UI യൂസ് ചെയ്യുന്നുണ്ട്. ഇനി എനിക്ക് ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ കഴിയും, ഏതൊരു ചൈനീസ് UIയോടും കിടപിടിക്കുന്ന രീതിയിലുള്ള ഫീച്ചർ ഓഫേഴ്സാണ് ഈ ഡിവൈസിൻ്റെ UI നമുക്ക് നൽകുന്നത്. ഒരു രീതിയിലും നിങ്ങൾക്ക് എന്തെങ്കിലും മിസ് ഔട്ട് ചെയ്യുന്നതായിട്ട് തോന്നില്ല. ഫോർ എക്സാമ്പിൾ, റിയൽമി UIയിലും MIUIയിലും ഒക്കെ കാണാൻ കഴിയുന്ന ഗെയിം ലോഞ്ചേഴ്സ്, അതുപോലെ തന്നെ സ്പെഷ്യൽ തീം സ്റ്റോറുകളൊക്കെ, അതെല്ലാം ഇവിടെ One UIയിൽ നമുക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ റിയൽമി ഡിവൈസുകളിലും അല്ലെങ്കിൽ ഷവോമി ഡിവൈസുകളിലുമുള്ള ചില ഫീച്ചേഴ്സ് നിങ്ങൾക്ക് സാംസങ്ങിൽ കിട്ടുന്നില്ല എന്നൊരു പരാതി ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. എല്ലാ യൂസർ ഇൻ്റർഫേസുകൾക്കും എന്തെങ്കിലും ഒരു ഡ്രോബാക്ക് ഉണ്ടായിരിക്കും. ഷവോമിയുടെ MIUIയുടെ ഒരു വലിയ ഡ്രോബാക്ക് അഡ്വർടൈസ്മെൻറ്റ്സ് ആണ്. One UIക്കും ഒരു ഡ്രോബാക്ക് ഉണ്ട്. എന്താണെന്നറിയാവോ? സാംസങ്ങിൻ്റെ ഓൾട്ടർനേറ്റീവ് ആപ്പ് പോളിസി. സംഭവം ഇത്രയേ ഉള്ളൂ, ഗൂഗിളിൻ്റെ എല്ലാ ആപ്പുകൾക്കും സാംസങ്ങിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ട്. ഇതെല്ലാം കൂടെ കിടന്നങ്ങ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും ഫ്രസ്ട്രേറ്റിംഗ് ആണ്. ഫോർ എക്സാമ്പിൾ, പ്ലേ സ്റ്റോർ ഉള്ളപ്പോൾ എന്തിനാ പിന്നെ ഒരു ഗാലക്സി സ്റ്റോർ? ഇതൊന്നും പോരാഞ്ഞിട്ട് സാംസങ് സ്റ്റോറിൻ്റെ വക കുറേ ജങ്കി ആപ്പിൻ്റെ സജഷൻസും എല്ലാം കൂടെ കാണുമ്പോൾ നല്ല ദേഷ്യം വരും. പക്ഷേ ഒരു സമാധാനം ഉള്ളതെന്ന് പറഞ്ഞാൽ എസൻഷ്യൽ സർവീസസ് ഒഴികെ ബാക്കി എല്ലാ ആപ്പുകളും തന്നെ സാംസങ്ങിൻ്റെ One UIയിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി ചില ആപ്പുകൾ, ഫോർ എക്സാമ്പിൾ നെറ്റ്ഫ്ലിക്സ് ഒക്കെ നമ്മൾ ഡിസേബിൾ ചെയ്തിട്ടുണ്ട് വരും. അതല്ലാതെ ഒട്ടുമിക്ക എല്ലാ ബ്ലോട്ടുകളും നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. സാർ വാല്യൂവിനെക്കുറിച്ച് ഒത്തിരി ടെൻഷൻ അടിക്കുന്ന സുഹൃത്തുക്കൾ ഒട്ടും പേടിക്കേണ്ട. കാരണം ഈ ഡിവൈസാണ് ഈ ബഡ്ജറ്റിൽ തന്നെ ഏറ്റവും ലോവസ്റ്റ് സാർ വാല്യൂ ഉള്ളത്. 0.4 ആണ് ഇതിൻ്റെ സാർ വാല്യൂ നമ്പർ. അവസാനത്തിലേക്ക് വരുമ്പോൾ ഒരു ചോദ്യം ബാക്കിയാണ്, ആർക്ക് വേണ്ടിയുള്ളതാണ് ഈ സ്മാർട്ട് ഫോൺ? ആ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിന് മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കൂടുതലൊന്നും ചെയ്യേണ്ടതില്ല. സൗജന്യമായിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് അമർത്തുക, അതുപോലെ തന്നെ ആ ലൈക്ക് ബട്ടണൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ചെയ്തെങ്കിൽ ഉത്തരത്തിലോട്ട് വരാം. നിങ്ങൾ സ്മാർട്ട് ഫോണിൽ ഒത്തിരി സിനിമ കാണുന്ന ഒരു വ്യക്തിയാണോ? എങ്കിൽ വിത്തൗട്ട് ഡൗട്ട് എനിക്ക് ഈ ഡിവൈസ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ കഴിയും. നല്ല ക്രിസ്പായിട്ടുള്ളൊരു ഡിസ്പ്ലേ, അടിപൊളി ക്യാമറ, മോശമല്ലാത്ത ബാറ്ററി, അതുപോലെ തന്നെ നോൺ ചൈനീസ് ആയിട്ടുള്ള ഒരു മേക്കറിൽ നിന്നുള്ള ഒരു സ്മാർട്ട് ഫോൺ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ 14,000 രൂപയ്ക്ക് സാംസങ് M21 അല്ലാതെ എനിക്ക് വേറെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാനില്ല. ഉത്തരം വ്യക്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നിങ്ങളുടെ സുഹൃത്ത് ഹാരിസ്, സൈനിങ് ഓഫ് നൗ.